ഇന്നത്തെ എൻ്റെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു ഡിന്നർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് നമ്മളെ പനിനീറുണ്ടല്ലോ, ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുക, അല്ലെ പനിനീർ ഒന്ന് ചെറുതാക്കി ചൂടാക്കി എടുക്കുക. അധികം റബ്ബർ പോലെ ആവട്ട, ചെറുതാക്കി ചൂടാക്കി എടുക്കുക ബട്ടറിൽ. എന്നാൽ ആ ബട്ടറിൽ ഒരു 2-3 വെളുത്തുള്ളി ഉണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി, അത് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു സവാള ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കുക. ഉള്ളി വെന്തെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കുക, മഷ്റൂം ഇട്ട് കൊടുക്കുക. അതൊക്കെ ചെറിയ ചെറിയ നല്ല രസമാണ് ഡിന്നറിന്. ഈ പച്ചക്കറി ചെല്ലുമ്പോൾ ഒരു നേരമെങ്കിലും നമ്മൾ പച്ചക്കറി ആക്കുന്നത് നല്ലതല്ലേ. അങ്ങനെ ഇത് മഷ്റൂം ഒന്ന് വെന്തെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അന്നേരം മൂടി വെച്ച് കൊടുക്കുക. അതിന് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതുണ്ടല്ലോ ബ്രൊക്കോളിയാണ്, അതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. തിളപ്പിച്ചെടുക്കാതെ ഇടരുത്. എന്നിട്ട് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ബീൻസ് ഉണ്ടല്ലോ, അതൊക്കെ നല്ല സാധനങ്ങളാണ്, അതൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല വിശപ്പും തീരും. എന്തെങ്കിലും കണ്ട് നമുക്ക് ഇഷ്ടപ്പെടണം. സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്സ് എന്നും പറഞ്ഞ മാതിരി തന്നെ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ തക്കാളിൻ്റെ കുരു കളഞ്ഞിട്ട് അതിട്ട് കൊടുക്കുക. പിന്നെ അതിന് ശേഷം പിന്നെ നമുക്ക് ചാട്ട് മസാല ഉണ്ടല്ലോ, ചാട്ട് മസാല ഒരു ഇത്തിരി ഇട്ട് കൊടുക്കുക. അടിപൊളി ടേസ്റ്റ് ചാട്ട് മസാല ഇട്ട് കഴിഞ്ഞാൽ. അത് എന്നിട്ട് പിന്നെ 2 മുട്ട അതിൽ ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ട് ചിക്കി എടുക്കുക. മുട്ടൻ്റെ വെള്ളമൊക്കെ കംപ്ലീറ്റ് കളഞ്ഞിട്ട് നന്നായിട്ട് ചിക്കി എടുക്കുക. ഇത് മതി നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് തിന്നാൻ, ശരിക്കും വയറെന്ന് അറിയാൻ. പിന്നെ ക്യാപ്സിക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. എത്ര തരം ക്യാപ്സിക്കം ഉണ്ടെങ്കിലും അതൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി മാത്രം ഇതിൽ ഇട്ട് കൊടുക്കും. പിന്നെ കുരുമുളക് പൊടി, വേറെ ഒന്നും മഞ്ഞൾപ്പൊടി, വേറൊരു മസാലകളും ചേർക്കുന്നില്ല. പിന്നെ ഉള്ളിത്തുമ്പ്, സെല്ലറി, ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് മല്ലിച്ചപ്പ് ലാസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ലാസ്റ്റ് പനിനീർ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. പനിനീർ ഒന്ന് ജസ്റ്റ് ചൂടാൻ റബ്ബർ പോലെ നല്ല ടേസ്റ്റ്. ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കേണ്ട ഒരു പ്രാവശ്യമെങ്കിലും രാത്രിക്ക് അതൊരു ഡിന്നർ. പിന്നെ അടിപൊളി ടേസ്റ്റാണ്. ഇത് ഷുഗറുള്ളവർക്കും പ്രഷറുള്ളവർക്കും ഒക്കെ അടിപൊളി ടേസ്റ്റ്. ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക്, കമൻറ്റ്സ്, വിവരങ്ങളൊക്കെ അറിയിക്കുക.